ഇന്ത്യൻ ക്രിക്കറ്റിലെ മലയാളികളുടെ ഇഷ്ടതാരമാണ് സഞ്ജു സാംസൺ. വിരലിന് പരിക്കേറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹത്തിന് IPL ടൂർണമെൻറ്റിലെ ആദ്യ 3 മത്സരങ്ങളിൽ ക്യാപ്റ്റനായി ഇറങ്ങാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാനെ പ്ലേ ഓഫ് വരെ എത്തിച്ച നായകനാണ് സഞ്ജു സാംസൺ. വിക്കറ്റ് കീപ്പിങ്ങിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി അനുമതി നൽകാതിരുന്നതിനാൽ ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ ബാറ്റ്സ്മാനായിട്ടാണ് അദ്ദേഹം കളിച്ചത്. 4ാമത്തെ കളിയിൽ ക്യാപ്റ്റൻ്റെ റോളിൽ തിരികെ എത്തിയ അദ്ദേഹം റെക്കോർഡ് നേട്ടമാണ് സ്വന്തമാക്കിയത്. ആദ്യ 2 മാച്ചുകളും ജയിച്ച് ഹാട്രിക് സ്വപ്നവുമായി എത്തിയ പഞ്ചാബിനെ തറ വെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം റെക്കോർഡിലേക്ക് എത്തിയത്. മുല്ലാൻപൂരിൽ പഞ്ചാബിൻ്റെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ 50 റൺസിനാണ് രാജസ്ഥാൻ്റെ വിജയം. ഇതോടെ നായകനെന്ന നിലയിൽ നടത്തിയ നീക്കങ്ങളെല്ലാം ഗംഭീരമാണെന്ന് പറയാം. പഞ്ചാബിനെ ഒന്നുമല്ലാതാക്കുന്ന പ്രകടനമാണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. രാജസ്ഥാനെ ജയിപ്പിച്ചതോടെ നായകനെന്ന നിലയിൽ വമ്പനൊരു നേട്ടത്തിലേക്കാണ് സഞ്ജു എത്തിയത്. രാജസ്ഥാന് കൂടുതൽ ജയം നേടിക്കൊടുത്ത നായകനെന്ന റെക്കോർഡിലാണ് സഞ്ജു. 62 മത്സരത്തിൽ 32 ജയങ്ങളാണ് സഞ്ജു രാജസ്ഥാന് നേടിക്കൊടുത്തത്. വളരെ അപ്രതീക്ഷിതമായാണ് മലയാളി താരമായ സഞ്ജു സാംസൺ രാജസ്ഥാൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കെത്തിയത്. ഗംഭീരമായ പ്രകടനത്തോടെ സൂപ്പർ നായകന്മാരുടെ നിലവാരത്തിലേക്ക് ഉയരാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. ആദ്യ സീസണിൽ രാജസ്ഥാനെ കിരീടത്തിലേക്ക് എത്തിച്ച ഇതിഹാസ താരമായ ഷെയ്ൻ വോണിൻ്റെ റെക്കോർഡാണ് സഞ്ജു പഴങ്കഥയാക്കിയത്. 55 മത്സരത്തിൽ 31 ജയമാണ് ഷെയ്ൻ വോൺ രാജസ്ഥാന് നേടിക്കൊടുത്തത്. ഇപ്പോൾ രാജസ്ഥാന് ലഭിക്കുന്ന ആരാധക പിന്തുണയുടെ പ്രധാന കാരണം സഞ്ജുവാണ്. സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. രാജസ്ഥാൻ ക്യാമ്പിനെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നായകനെന്ന നിലയിൽ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്.